യെസ്, ഒരു വമ്പൻ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടൈപ്പ് ആകാൻ പോകുന്നു. എന്നാലും കാര്യം എന്താണെന്ന് നോക്കാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങളെല്ലാം അറിയാൻ പോകുന്ന കാര്യമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഒരു ഫോറിൻ ക്ലബ്ബൂടെ ടൈപ്പ് ആകാൻ പോകുന്നു. ഈ ഒരു ന്യൂസ് നമുക്ക് അതിനകത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന സോഴ്സ് മാർക്കസ് മെർഗലോവ് പോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നൊരു സോഴ്സാണ് IFT ന്യൂസ് മീഡിയ. അവരാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് വിടുന്നത്. അതായത് ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടൈപ്പ് ആകാൻ പോകുന്നു. സോ ഇതിലിപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഏത് ക്ലബ്ബുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടൈപ്പ് ആകാൻ പോകുന്നത്? സോ അതിനൊരു ഒഫീഷ്യൽ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ അതെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും സോഴ്സിൽ നിന്ന് വന്നേ സാധിക്കുകയുള്ളൂ. സോ ഇത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ളൊരു ടൈപ്പ് ആയിരിക്കും? ഇനിയും യങ് ടാലൻസിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ടൈപ്പാണോ, അതോ പകുതി ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊരു ക്ലബ്ബ് എടുക്കുകയാണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചുമ്മാ ഒരു പാർട്ണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കാൻ വേണ്ടിയാണോ എന്നും അറിയില്ല. ഒന്നാമത് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. സോ എന്തെങ്കിലും ആരാധകരെ പിടിക്കാൻ വേണ്ടി എടുക്കുന്നൊരു തന്ത്രമാണോ എന്നും പറയാൻ പറ്റില്ല. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം, എന്തെങ്കിലും തരത്തിലുള്ള കൊളാബറേഷൻ ആയിരിക്കും. എനിക്കൊന്നും വലിയ റയൽ മാഡ്രിഡ് പോലുള്ള ക്ലബ്ബുകൾ, മാഞ്ചസ്റ്റർ സിറ്റി, അതായത് മുംബൈ സിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ക്ലബ്ബ് റയൽ മാഡ്രിഡുമായിട്ടൊരു കൊളാബറേഷൻ പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും സൗദി പ്രോ ലീഗിലെ മികച്ച ക്ലബ്ബ്, അവർക്കാണെങ്കിൽ ധാരാളം പൈസ ഇറക്കുന്ന ക്ലബ്ബുകളാണ്. ആരാധകർ ഇല്ല എന്ന് പറയുന്നൊരു വിഷമമാണ് അവർക്കുള്ളത് സ്റ്റേഡിയത്തിൽ വന്ന്. അത് നമുക്കുണ്ട്. സോ അവരേതെങ്കിലും ക്ലബ്ബുമായിട്ടൊരു ടൈപ്പ്, അതായത് ഒരു 50-50 ഓവർ ഷെയർ ചെയ്യുന്നത്. സോ അതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലതാണ്. ഒരു വിദേശ ക്ലബ്ബ്, അതായത് നല്ല പൈസ ഉള്ളൊരു വിദേശ ക്ലബ്ബൊക്കെ ആയിട്ട് ടൈപ്പിൽ നിൽക്കുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പകുതി അവർ ഷെയർ പോകുന്നതൊക്കെ. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം. അടുത്ത വീട്ടിൽ കാണുന്നത്. ഗുഡ് ബൈ.